എല്ലാവർക്കും സൗദ കിച്ചൺ ട്രിക്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നത് ഒരു സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സാമ്പാർ തയ്യാറാക്കാൻ അറിയാം. എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണോ സാമ്പാർ തയ്യാറാക്കുന്നത് അത് നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എടുത്തത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻറ്റൊക്കെ എഴുതി അറിയിക്കുക. അപ്പോൾ ഞാൻ കുറച്ചായി വീഡിയോ ഇട്ടിട്ട് ഞാൻ 1-2 ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് പോയി കണ്ടു നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിയാലോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2-3 കാര്യങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. ഒരു ഫ്രൈ പാനിലേക്ക് 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1.5-2 ടേബിൾ സ്പൂൺ പോലെ സാമ്പാർ പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ചെറുങ്ങനെ ചൂടാക്കിയെടുക്കുക. നല്ലൊരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക. അതുപോലെ തന്നെ ഒരു ഫ്രൈ പാനിലേക്ക് ഒരു മുറി തേങ്ങ, ഒരു 4-5 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചെറിയുള്ളി ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് എടുക്കുകയാണ്. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് 2 വെണ്ടക്കയും 2 വഴുതനയും കൂടെ ഒന്ന് ചെറുങ്ങനെ വറുത്തെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി, സാമ്പാർ പൊടി ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ 3 കാര്യങ്ങളാണ് ആദ്യം ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് കുക്കറിലോട്ടേക്ക് കുറച്ച് പരിപ്പ്, ഒരു 50 ഗ്രാം പരിപ്പുണ്ട്. ഞാനിത് കഴുകി വൃത്തിയാക്കിയിട്ട് സാമ്പാറിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. 2-3 വിസിലടിക്കണം. ഇപ്പോൾ ഇതാ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ മുറിച്ച് വെച്ച കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ക്യാരറ്റ്, നിങ്ങൾക്ക് എത്ര കഷ്ണം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് ചേനയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇളവന്, നമുക്ക് എത്ര കഷ്ണം ഉണ്ടോ ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി കുറച്ച് പയർ, കുറച്ച് ബീൻസ്, ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി, അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, 4-5 പച്ചമുളക്, ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 3 തക്കാളി കട്ട് ചെയ്തത്, ഒരു സവാള കട്ട് ചെയ്തത്, ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് നമ്മൾ തയ്യാറാക്കി വെച്ച സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 100 ഗ്രാം പുളി പിഴിഞ്ഞതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ പരിപ്പിൻ്റെ കൂടെ പുളി ഒഴിച്ചിട്ടില്ല, പരിപ്പ് വേവില്ല എന്ന് കരുതിയിട്ട്. ഇനി ഒരു ടേബിൾ സ്പൂണ് ഉപ്പ് കൂടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഒന്ന് ഫുള്ളാണ്, അപ്പോൾ കുറച്ചൊന്ന് അമർത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് മുരിങ്ങക്കായ, പിന്നെ വാഴക്ക. ഈ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ഞാനൊരൊറ്റ വിസിലാണ്, ഒറ്റ വിസിലിന് തന്നെ വെന്ത് കിട്ടും. ഇത് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇതൊന്ന് ഇളക്കി നോക്കണം. അപ്പോൾ എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. ഇതിന് പുളി കുറച്ച് കുറവാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ പുളി ഒന്നും കൂടെ പിഴിഞ്ഞെടുത്ത് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വലിയൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ച വെണ്ടക്കയും വഴുതനയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഞങ്ങളത് വാട്ടിയിട്ടാണ് ഒന്ന് വേവിച്ചെടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. നമ്മുടെ തേങ്ങ വറുത്തരച്ച് വെക്കുന്നതുകൊണ്ട് കുറച്ച് എരിവൊക്കെ വേണം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളെ പാകം പോലെയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഏകദേശമൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണും കൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഈ സാമ്പാറിന് ഇത്തിരി ഉപ്പ് കുറവാണ്. ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ ഒരു മുറി തേങ്ങയാണ് വറുത്തരച്ച് വെച്ചത്. അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ല കട്ടിക്കാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് പാകത്തിന് സാമ്പാറൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ നല്ല കുറുകിയിട്ടാണ് ഇരിക്കണത്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നിങ്ങൾക്ക് നന്ന ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ പുളിവെള്ളമൊക്കെ ചേർത്തിട്ട് പാകത്തിനാക്കി എടുക്കുക. ഞാനിത് എൻ്റെ പാകത്തിന് എടുത്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു പാകം തന്നെ ആയിരിക്കും. ഞാനിത് വറവിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറം താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിച്ചപ്പ് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. ആകെയുള്ള ടേസ്റ്റ് മല്ലിച്ചപ്പാണ്. ഞാനപ്പുറം താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും കടുകും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാൻ കടുകും കരിവേപ്പില ഉലുവയെല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് താളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി സാമ്പാറാണ്. ദോശൻ്റെ കൂടെ, ഇഡ്ഡലിൻ്റെ കൂടെ, ചോറിലോട്ടോ ഒക്കെ സാമ്പാറിൻ്റെ എല്ലാ ഉപയോഗം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻറ്റൊക്കെ ഒന്ന് എഴുതി അറിയിക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കമൻറ്റൊക്കെ ഒന്ന് എഴുതി അറിയിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും വിഷു ആശംസകൾ, ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.